ഭോപ്പാലിൽ ക്രിസ്തീയ ദേവാലയത്തിൽ കാവിക്കൊടി നാട്ടിയ സംഭവത്തിൽ കേസെടുക്കാതെ മധ്യപ്രദേശ് പോലീസ്. ജയ് ശ്രീറാം എന്നെഴുതിയ കാവിക്കൊടിയാണ് പ്രാർത്ഥനാ ഹാളിന് മുകളിലെ കുരിശിൽ കെട്ടിയത്. സമാനമായ 3 സംഭവങ്ങൾ മധ്യപ്രദേശിൽ നടന്നതായും റിപ്പോർട്ടുകൾ. PJ അരുണുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവം? കീർത്തി, അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്താണ് BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഈ ഒരു ക്രിസ്തീയ ദേവാലയത്തിന് മുകളിൽ കയറി കുരിശിൽ കാവിക്കൊടി, ജയ് ശ്രീറാം എന്നെഴുതിയ കാവിക്കൊടി സംഘപരിവാർ പ്രവർത്തകർ കെട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട 4 സമാന സംഭവങ്ങൾ മധ്യപ്രദേശിൽ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 50 പേരടങ്ങുന്ന സംഘപരിവാർ പ്രവർത്തകരാണ് ഇന്നലെ ജംബുവ ജില്ലയിൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള ജംബുവ ജില്ലയിൽ കടന്നു കയറുകയും ആ പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുരിശിന് മുകളിൽ ജയ് ശ്രീറാം എന്നെഴുതിയ കാവിക്കൊടി കെട്ടുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പള്ളികൾ അതിക്രമിച്ച് കടന്ന് ഈ കൊടി കെട്ടിയതുമായി ബന്ധപ്പെട്ട് കേസൊന്നും മധ്യപ്രദേശ് സർക്കാർ മധ്യപ്രദേശ് പോലീസ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്തീയ വിഭാഗങ്ങൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഇതൊരു വർഗീയ സംഭവമായി ആളിക്കത്തിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് അഥവാ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ നൽകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം. ദാബ്തല്ലെ, ദാബ്നി ദാദ്, ഉപ്പേറാവ് എന്നിവിടങ്ങളിലെ ശാലോം സഭയിൽപ്പെടുന്ന പള്ളികളിലാണ് ഈ കാവിക്കൊടി നാട്ടിയത്. മാതേ സുലെ എന്നറിയപ്പെടുന്ന പ്രദേശത്തിലെ CSI പള്ളിയിലും ഇതുമായി ബന്ധപ്പെട്ട് കാവിക്കൊടി പ്രതിഷ്ഠിക്കുകയുണ്ടായി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ 3 പള്ളികളിൽ കെട്ടിയ കൊടി അഴിച്ചു മാറ്റിയെങ്കിലും ദംനിനാഥിലെ ചർച്ചിൽ കെട്ടിയ കൊടി ഇതുവരെയും അഴിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഈ പോലീസ് ഈ ഒരു അക്രമകാരികൾക്ക് സഹായം നൽകുന്നതായി ക്രിസ്തീയ പുരോഹിതന്മാർ തന്നെ പരാതി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി ചെന്നപ്പോൾ പോലും ഈ പരാതി സ്വീകരിക്കേണ്ടതില്ല, ഒരു നയപരമായ രീതിയിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കണം എന്നുള്ള ഒരു നിലപാടാണ് BJP നേതൃത്വത്തിലുള്ള മധ്യപ്രദേശ് ഭരിക്കുന്ന BJPയുടെ മധ്യപ്രദേശ് പോലീസ് ഭരിക്കുന്നത്. ഇവരെ പിന്തിരിപ്പിച്ച് അയക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ക്രൈസ്തവ പുരോഹിതർ നമ്മളുമായി പങ്കുവയ്ക്കുന്ന വിവരം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ആരാധന സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും അനുവദിച്ച് നൽകുന്നുണ്ട്. അയോധ്യയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നു എന്നുള്ളത് കരുതി മറ്റു ജനവിഭാഗങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ BJPയും സംഘപരിവാറും രാജ്യവ്യാപകമായി പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ദീപാവലിക്ക് സമാനമായ അതുപോലെ അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ദീപാലങ്കാരങ്ങളും എല്ലാം കാണുകയുണ്ടായി. ഈ കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് മധ്യപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നുള്ളത് കീർത്തി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നതല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. 4 പള്ളികളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജയ് ശ്രീറാം എന്നെഴുതിയ കാവിക്കൊടി നാട്ടിയത്. ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും പല വിമർശനങ്ങളും വിശകലനങ്ങളും ഇപ്പോഴും വന്നിരിക്കുന്നുണ്ട്. ഇത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കാശിയിലെയും മധുരയിലെയും മസ്ജിദുകൾക്ക് നേരെ ഇനിയും സംഘപരിവാർ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ആക്രമണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും മധ്യപ്രദേശ് പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. കീർത്തി. ശരി, അരുണാണ് ആ വിവരങ്ങൾ നൽകി.